ഇന്ന് കാണാൻ പോകുന്ന സബ്ജക്റ്റ് ആണ് പാർട്ട്ണർഷിപ്പ് ബിസിനസ്. എന്താണ് പാർട്ട്ണർഷിപ്പ് ബിസിനസ് അഥവാ പങ്കാളിത്ത ബിസിനസ്? പാർട്ട്ണർഷിപ്പ് ബിസിനസ് എന്ന് പറഞ്ഞാൽ രണ്ടോ അതിൽ അധികമോ വ്യക്തികൾ ചേർന്ന് നടത്തുന്ന ബിസിനസ്സിനെയാണ് പാർട്ട്ണർഷിപ്പ് ബിസിനസ് എന്ന് നമ്മൾ പറയുന്നു. ഓക്കെ, ഈ പാർട്ട്ണർഷിപ്പ് ബിസിനസ് നടത്തുന്ന വ്യക്തികളെയാണ് നമ്മൾ പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത്. ഈ പാർട്ട്നേഴ്സിനെ നമുക്ക് ഒരുമിച്ച് നിർത്തിയാൽ ഫേം എന്ന് പറയാം. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ നോക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് ഈ പാർട്ട്ണർഷിപ്പ് ബിസിനസിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്. ഒന്ന്, മിനിമം 2 പേരെങ്കിലും വേണം ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങാനായിട്ട്. ഇനി ഈ ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ എഗ്രിമെന്റ് എന്ന ഒരു ടേം ഓപ്ഷണൽ ആണ്. അതായത് നമ്മൾ കരാറുണ്ടാക്കി വേണം ഈ ബിസിനസ് നടത്തണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. പക്ഷേ പിന്നീടുള്ള തർക്കങ്ങൾ, ഭാവിയിൽ വരാവുന്ന തർക്കങ്ങൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഒരു പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഈ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ ഇൻവോൾവ് ആകുന്ന പാർട്ട്നേഴ്സിന് അവർ നേരത്തെ തീരുമാനിച്ച പോലെ ലാഭമായാലും നഷ്ടമായാലും ഒരു കൃത്യമായിട്ടുള്ള ശതമാനത്തിൽ അവർ വീതിച്ച് എടുക്കും. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടും ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസിന്റെ പ്രത്യേകതകൾ. ഇനി നമുക്ക് എന്താണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് നോക്കാം, അഥവാ ആർട്ടിക്കിൾസ് ഓഫ് പാർട്ട്ണർഷിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഴുതി വെച്ചിട്ടുള്ള ഡോക്യുമെന്റിനെയാണ് നമ്മൾ പാർട്ട്ണർഷിപ്പ് ഡീഡ് അഥവാ ആർട്ടിക്കിൾസ് ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. അതായത് ദ ഡോക്യുമെന്റ് വിച്ച് കണ്ടെയ്ൻസ് ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് എ പാർട്ട്ണർഷിപ്പ് ബിസിനസ്. ഈ പാർട്ട്ണർഷിപ്പ് ഡീഡിനകത്ത് എന്തൊക്കെ കണ്ടന്റുകളാണ് ഉള്ളത്? നമുക്ക് അറിയുന്ന പോലെ തന്നെയാണ് ഇതിൽ പാർട്ട്നേഴ്സ് ആരൊക്കെയാണോ അവരുടെ പേരും അഡ്രസ്സും, നെയിം ആൻഡ് അഡ്രസ് ഓഫ് ഓൾ ദി പാർട്ട്നേഴ്സ്. ഇനി നെയിം ഓഫ് ദ ബിസിനസ്, എന്താണോ ഈ ബിസിനസിന്റെ പേര് അത് അതിനകത്ത് ഉണ്ടായിരിക്കും. പ്ലേസ് ഓഫ് ബിസിനസ്, ഈ ബിസിനസ് എവിടെയാണോ നിലനിൽക്കുന്നത് അതും അവിടെ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ അഡ്രസ് ഓഫ് ദ ബിസിനസ്. ഇനി എന്തൊക്കെ ബാങ്ക് അക്കൗണ്ടുകളാണോ ഈ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് അതെല്ലാം പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. പാർട്ട്നേഴ്സിന് എത്ര ശതമാനം ലാഭമായാലും നഷ്ടമായാലും നമ്മൾ പറഞ്ഞിരുന്നു നേരത്തെ ഒരു പെർസെൻറ്റേജ് വീതിച്ചു കൊടുക്കുമെന്ന്. അത് എത്ര പെർസെൻറ്റേജ് ആണ് അവർ വീതിച്ചെടുക്കുന്നതെന്നുള്ളത് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആ പാർട്ട്ണർഷിപ്പ് ഡീഡിനകത്ത് പറഞ്ഞിട്ടുണ്ടാകും. എന്നു മുതലാണ് ഈ ബിസിനസ് തുടങ്ങിയത്, അതായത് ഡേറ്റ് ഓഫ് കമൻസ്മെന്റ് ഓഫ് ബിസിനസ്, അതും ആ പാർട്ട്ണർഷിപ്പ് ഡീഡിനകത്ത് പറഞ്ഞിട്ടുണ്ടാവും.